വേദിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? നമ്മുടെ ശിവൻകുട്ടി സഖാവ് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ അപ്പൂപ്പാന്ന് വരെ പിള്ളേർ വിളിക്കുന്നുണ്ട്. +2 വരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ പിള്ളേർക്കും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയാനും പറ്റത്തില്ല. അപ്പം സർക്കാർ എല്ലാം അവരുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു അഭിപ്രായമായിട്ട് പറയാനുള്ളത്. സഖാവിനെ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. നമ്മുടെ ശിവൻകുട്ടി സഖാവ് ഇരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾ അപ്പൂപ്പാന്ന് വരെ പിള്ളേർ വിളിക്കുന്നുണ്ട്. എന്റെ കൊച്ചു കാലഘട്ടത്തില് എന്റെ അച്ഛനും 9 മക്കളാണ്. എന്റെ കൊച്ചുകാലത്ത് ഞാൻ പഠിക്കാൻ നല്ല കഴിവുള്ളൊരു കുട്ടിയായിരുന്നു. അന്ന് ഒരു ബുക്ക് മേടിക്കാൻ പോലും നിവർത്തിയില്ലായിരുന്നു. കർണാടക ഇരുന്ന സമയമാണ്. അന്ന് ഒരു ബുക്ക് വാങ്ങിക്കാൻ പോലും നമുക്ക് നിവർത്തിയില്ലായിരുന്നു. ഇന്ന് 10 കുട്ടികളുണ്ടെങ്കിലും അവർക്ക് സുരക്ഷിതമായിട്ട് പഠിക്കാനുള്ള സൗകര്യം ഇന്നത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ബിഗ് സല്യൂട്ട് തന്നെ സഖാവിന് കൊടുക്കണം. എല്ലാ വിദ്യാർത്ഥികളും യൂണിഫോം ഇട്ട് പോകുന്നു. അപ്പം പൈസ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുന്ന പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ക്ലാസ്സുകൾ തുടങ്ങി 1 മാസം 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും അവർ യൂണിഫോം തയ്ച്ചൊക്കെ വാങ്ങുന്നത്. കാരണം അവരിൽ പൈസ ഇല്ലാഞ്ഞിട്ടായിരിക്കും. അപ്പം അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നുണ്ട്. അപ്പം ആ പിള്ളേർക്ക് ഉണ്ടാകുന്ന വേർതിരിവൊക്കെ മാറുന്നുണ്ട്. എല്ലാവരും ഒരേ സമയത്ത് യൂണിഫോം ധരിച്ച് പോകുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചിന്താഗതി വരത്തില്ല. വളരെ നല്ല കാര്യമാണ്. കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന, എക്കണോമിക്കലി ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ നന്നായിരിക്കും. ഇപ്പം പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം, എനിക്കിപ്പം കണ്ണിന് കാണിക്കാൻ പോകണം. ഞങ്ങൾക്കിപ്പോ കണ്ണിന് ഇപ്പോൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് 2000 രൂപ 3000 രൂപ അടുപ്പിച്ചാവും ഒരു വിസിറ്റിന് തന്നെ പോകുമ്പോഴത്തേക്കും. അപ്പം ഇതുപോലെയുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾക്കത് നല്ലൊരു ആശ്വാസമാണ്. വേദ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? വേദിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് അറിയാമോ? അറിയാം. ആരാണ്? ശിവൻകുട്ടി അപ്പൂപ്പൻ. ശിവൻകുട്ടി അപ്പൂപ്പനെ എപ്പോഴും കണ്ടിട്ടുണ്ടോ? ടിവിയിൽ കണ്ടിട്ടുണ്ട്. നേരിട്ട് കണ്ടിട്ടില്ല. കാണാൻ ആഗ്രഹമുണ്ടോ? ഉണ്ട്. ശിവൻകുട്ടി അപ്പൂപ്പനെ എങ്ങനെ അറിയാം? ടിവിയിൽ കണ്ടിട്ടുണ്ട്. നല്ല ആളാണ് ശിവൻകുട്ടി അപ്പൂപ്പൻ. നല്ല അപ്പൂപ്പനാണ്. നല്ല അപ്പൂപ്പനാണ്. കാണാൻ ആഗ്രഹമുണ്ടോ വേദക്കിനി? +2 വരെയുള്ള മുമ്പ് നമുക്ക് 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ 14 വയസ്സ് വരെയുള്ളവർക്ക് സൗജന്യമായിട്ടുള്ള യൂണിഫോം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് എങ്ങനെ എന്നുള്ള ഒരു ചിന്ത, വീട്ടുകാരുടെ ഒരു ചിന്ത, അത് ഇതിലൂടെ മാറിക്കിട്ടും. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൂടുതലായിട്ട് സ്കൂളിലേക്ക് പോകണം എന്ന് തോന്നിക്കാനും ഇത് സഹായിക്കും. വളരെ നല്ല കാര്യമാണ്. സാധാരണ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് യൂണിഫോമും കൊടുത്തിരുന്നത്. ഇപ്പോൾ +2 വരെയുള്ള കുട്ടികൾക്കും സൗജന്യ യൂണിഫോമും കൊടുക്കുക, അവർക്ക് ഇൻഷുറൻസ് കൂടി ഏർപ്പെടുത്തുക എന്ന് പറയുന്ന സർക്കാരിന്റെ വിദ്യാർത്ഥികളോട് വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിന്റെ ഏറ്റവും വലിയ ഇടപെടലാണ്. അത് എത്രമാത്രം ശ്രദ്ധയോടുകൂടി വിദ്യാഭ്യാസ രംഗത്തെ സർക്കാർ കാണുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്.